സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് 10ൻ്റെ SS സെക്കൻഡ് ചാപ്റ്ററാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന പഴയകാല ഭരണക്രമത്തെ പറ്റിയായിരുന്നു. അതായത് പഴയ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്നത് സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. സ്വേച്ഛാധിപത്യ ഭരണം എന്ന് പറയുന്നത് ഏകാധിപത്യ ഭരണം. അത് ജനങ്ങൾക്ക് അവിടെ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. രാജാവാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരിക്കലും ജനങ്ങളുടെ അവസ്ഥയോ അവരുടെ അഭിപ്രായങ്ങളോ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കൂടാതെ രാജാവ് സ്വയമേ എന്തായിട്ട് വിശേഷിപ്പിച്ചിരുന്നു? താൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊരു വിശേഷണം കൊടുത്തിരുന്നു. കൂടാതെ അതുകൊണ്ട് തന്നെ താൻ ആരോട് കടപ്പെട്ടിരിക്കുന്നു? ദൈവത്തോട് കടപ്പെട്ടിരിക്കണം. ജനങ്ങളോട് തനിക്ക് ഒരു കടപ്പാടുമില്ലെന്നായിരുന്നു ആ ഒരു കാലം ഫ്രാൻസിലെ രാജാക്കന്മാർ വിശ്വസിക്കുന്നത്. അല്ല, അവരങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. കൂടാതെ വളരെ ആർഭാടമായിട്ടുള്ള ധൂർത്തടിക്കുന്ന ഒരു ജീവിതമായിരുന്നു രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഒരിക്കലും അവർ സാധാരണക്കാരുടെ അവസ്ഥയെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടോപ്പിക്ക് ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബോർബൻ രാജവംശമായിരുന്നു. ഈ രാജവംശത്തെ എല്ലാ ഭരണാധികാരികളും എങ്ങനെയായിരുന്നു? സ്വേച്ഛാധിപതികളായിരുന്നു. ഏകാധിപത്യ ഭരണമായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ്. ദൈവമാണ് തങ്ങളെ നേരിട്ട് തിരഞ്ഞെടുത്തതെന്ന് എല്ലാ രാജാക്കന്മാരും വിശ്വസിച്ചിരുന്നു. കൂടാതെ എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയായിരുന്നു ഈ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. അവസാനമായും പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത് അല്ലെങ്കിൽ യോഗം ചേർന്നത് 1614 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ബോർബൻ രാജാവായിരുന്നു ലൂയി 14. ഇതിൽ തന്നെയുണ്ട് എത്രമാത്രമാണ് ആ ഒരു സമയത്ത് അവിടുത്തെ ജനങ്ങൾ കഷ്ടതകൾ അനുഭവിച്ചതെന്ന്. എന്താണ് ഡിവൈൻ റൈറ്റ് തിയറി? അതായത് ദൈവദത്ത അധികാര സിദ്ധാന്തം. ഈ ഒരു തിയറി അനുസരിച്ച് രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ തന്നെയും അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു തിയറി പറഞ്ഞത്. അപ്പം ഈ ഒരു തിയറിയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ, ഏകാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന അടുത്ത രാജാവാണ് ലൂയി 15. ഇദ്ദേഹം മറ്റു രാജാക്കന്മാരെ പോലെ അഴിമതിയും ധൂർത്തും നടത്തിയിരുന്നു. കൂടാതെ തന്നെ അനാവശ്യമായ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇത് ജനങ്ങളെയും രാജ്യത്തെയും ദുരിതത്തിലാക്കി. തൻ്റെ ധൂർത്തിനായി പണം കണ്ടത് അദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. ഇതിനുശേഷം അടുത്ത് വന്ന രാജാവാണ് ലൂയി 16. എന്നാൽ ഇദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണെന്ന് വിശ്വസിച്ചിരുന്നു. രാജ്ഞിയായിരുന്ന മാരി അന്റോയിനിറ്റ ഭരണകാര്യങ്ങൾ തുടർച്ചയായി ഇടപെട്ടു. ഈ ഒരു സമയത്ത് രാജ്ഞിയുടെ ഇടപെടലായിക്കോട്ടെ ധൂർത്തായിക്കോട്ടെ പലപ്പോഴും രാജാവ് കണ്ടില്ല എന്ന് നടിച്ചു. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കി. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചു. അത് 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. പുരോഹിതർ 1ാം എസ്റ്റേറ്റിലും പ്രഭുക്കൾ 2ാം എസ്റ്റേറ്റിലും സാധാരണക്കാർ 3ാം എസ്റ്റേറ്റിലും. ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിവിഷനെയാണ്, ഒരു വിഭജനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഓരോ എസ്റ്റേറ്റുകളുടെയും പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് വൺ, പുരോഹിതർ 1ാം എസ്റ്റേറ്റ്. ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിലെ കത്തോലിക്ക സഭകൾ വളരെ ശക്തവും സമ്പന്നവുമായിരുന്നു. ഭൂസ്വത്തിന്റെ വലിയൊരു ഭാഗവും ഈ ഒരു സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. കൂടാതെ തന്നെ പുരോഹിതർ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അവർക്ക് അങ്ങനെ നികുതിയോ ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വന്നിരുന്നില്ല. മാത്രമല്ല അവർ സാധാരണ കർഷകരിൽ നിന്ന് ടൈത്ത് എന്ന നികുതി പിരിച്ചിരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിളവിന്റെ 10% നികുതിയായിട്ട് കർഷകർ പുരോഹിതർക്ക് നൽകിയത്. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരുടെ മുകളിൽ ഒരു വിരോധമുണ്ടാക്കാൻ സാഹചര്യമായി തീർന്നു. 2ാം എസ്റ്റേറ്റ് പ്രഭുക്കൾ. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് ഈ കൂട്ടരായിരുന്നു. ഇവർ ഭൂ ഉടമകൾ കൂടിയായിരുന്നു. കൂടാതെ ആഡംബര ജീവിതം നയിച്ചിരുന്നു. ഇവർ ജനങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള നികുതികൾ പിരിച്ചെടുത്തിരുന്നു.
1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന് 1/20 സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതി അറിയപ്പെടുന്ന പേര് വോങ്തിയം എന്നാണ്. ആദ്യത്തെ 2 വിഭാഗക്കാരായിട്ടുള്ള പുരോഹിതരും പ്രഭുക്കളും എന്ത് ചെയ്തു? രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകിക്കൊണ്ട് ആ നികുതിയിൽ നിന്ന് ഒഴിവായിരുന്നു. തങ്ങളുടെ അവകാശങ്ങൾ അധികാരങ്ങളും നിലനിർത്തുന്നതിന് രാജാവിനെ പോലും എതിർക്കാൻ ആർക്ക് പേടിയുണ്ടായിരുന്നില്ല? പുരോഹിതർക്കോ പ്രഭുക്കൾക്കോ പേടിയുണ്ടായിരുന്നില്ല. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ രീതിയിലൂടെയാണ് പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കോവി. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു വർഷത്തിൽ 3-4 ദിവസം പ്രതിഫലം നൽകാതെ സാധാരണക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം. രണ്ടാമത്തത് ബെനാൽറ്റി. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന് വാടകയും ഇതിൽ ഉൾപ്പെടും. ഇതൊരു വാടകയാണ്. അതായത് സാധാരണക്കാര് ഈ ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് ബെൻവിൻ. തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിനുമേലുള്ള കുത്തക നികുതി. പിന്നെ ഉള്ളത് പിയേഷ്, പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ഡെറാഷ്, വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന പ്രത്യേകതരം കരം. അതായത് ഒരുപാട് തരത്തിലുള്ള നികുതികൾ ഈ പ്രഭുക്കള് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. പല പേരുകളിട്ട് പല രീതിയിൽ സാധാരണക്കാരുടെ കൈകളിൽ നിന്ന് പിരിച്ചിരുന്നു? നികുതി പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് എസ്റ്റേറ്റ് ആണ് സാധാരണക്കാർ. അതായത് എല്ലാ രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെ പുരോഹിതന്മാരുടെ എല്ലാവിധ ദ്രോഹങ്ങളും സഹിച്ച് ഫ്രാൻസിൽ കഴിയേണ്ടി വന്നവർ. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരന്റെ അവസ്ഥയാണ് മുകളിൽ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതായത് അയാളുടെ വേദനകളാണ് ഈ ഒരു ചിത്രം കാണിക്കുന്നത്. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റ്. ഇവർ കോമൺസ്, അതായത് സാധാരണക്കാർ എന്നറിയപ്പെട്ടു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിലെ മിക്കവാറും എല്ലാ ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ ഒരു അംശം മാത്രമാണ് കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായി നികുതി നൽകാൻ കടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നികുതി നൽകേണ്ടി വന്നിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിഫലമില്ലാത്ത അനേക നിർബന്ധിത സേവനങ്ങൾ, അതായത് നിർബന്ധിച്ചുകൊണ്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരുപാട് സേവനങ്ങളും ഇവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം ഇവർ നടത്തണം. പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവരുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുന്നത് ക്യാഷ് ഇല്ലാതെ അല്ലെങ്കിൽ വേതനമില്ലാതെ തന്നെ ജോലികളും ചെയ്യണമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപാട് കഷ്ടതകളാണ് ഈ ഒരു സാധാരണ ജനങ്ങള് ആ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസില് അനുഭവിച്ചത്. ഈ ഒരു 3ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ എന്നിവരുടെ കൂട്ടമായിരുന്നു. ഇനി ആരാണ് മധ്യവർഗം എന്ന് പറയുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് മധ്യവർഗത്തിന്റെ ഉദയം. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിലെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതിയാണ് എന്തിലേക്ക് നയിച്ച് മധ്യവർഗത്തിന്റെ ഉദയത്തിന് കാരണമായത്. കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്ന് നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടം ഫ്രാൻസിലെ വ്യവസായികൾ എന്താക്കി മാറ്റി? സമ്പന്നരാക്കി തീർത്തു. പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും പിന്നെ ആരുടെ നിയന്ത്രണത്തിലായി? ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരും മധ്യവർഗത്തിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ രൂപപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ സമ്പത്ത് കച്ചവടത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ ഒക്കെ ഉയർന്നു വന്ന മധ്യവർഗത്തിൽ ഡോക്ടർമാർ ഉണ്ടായിരുന്നു, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. ഈ മധ്യവർഗം സാധാരണ
സാധാരണക്കാരെ പോലെ തന്നെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികമായി മുൻപന്തിയിലെത്തിയിട്ടും ഈ ഒരു കൂട്ടർക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു പദവി സമൂഹത്തിൽ ലഭിച്ചില്ല, അല്ലെങ്കിൽ ഭരണകൂടം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ മധ്യവർഗത്തിന് ഈ ഒരു ഭരണത്തോട് എന്തുണ്ട്, ഒരു അസംതൃപ്തി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.